ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ കനത്ത മഴയും മലവെള്ളപ്പാച്ചിലും. കനത്ത മഴയെ തുടർന്ന് പുന്നപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നു. അട്ടമല റോഡ് മുങ്ങി. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടൽ ഉണ്ടായ ഭാഗത്ത് ചെറിയ മണ്ണിടിച്ചൽ ഉണ്ടായെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം ബെയിലി പാലം കടന്ന് അപ്പുറം പോകണമെന്ന് ആവശ്യപ്പെട്ട് ചൂരൽമലയിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടങ്ങി. പാലം കടക്കാൻ ശ്രമിച്ച നാട്ടുകാരെ പോലീസ് തടഞ്ഞു. പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. റവന്യൂ വകുപ്പിനെതിരെയും നാട്ടുകാർ പ്രതിഷേധിച്ചു. പ്രദേശത്ത് അപകട സാധ്യത ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കുന്നില്ല. ദുരന്തത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച തുക കിട്ടിയില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ഞങ്ങൾ എങ്ങനെ ജീവിക്കൂ? അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കുടുങ്ങിയതാണ്. മൊത്തത്തിൽ വെള്ളമാണ്. ഞാൻ ഇങ്ങോട്ട് വണ്ടി കൊണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ആക്കി വിട്ടതാണ്. ഞങ്ങൾക്ക് സേഫ്റ്റി അനുസരിച്ച് പൊട്ടുവോ അവർക്ക് അറിയില്ല. അത് പൊട്ടുന്ന അവർക്ക് അറിയില്ലേ. സുരക്ഷിത മേഖലയാണ്. ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, അമ്പലത്തൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞത്. സർക്കാരിന്റെ 10,000 രൂപ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിന് താഴെ പണിക്ക് വരുന്നത്. മത്തായിയുടെ കുറ്റടിച്ച സേഫായ ഭാഗം അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ എന്തിനാ തടയുന്നത്? എന്നാൽ മത്തായിയോട് വന്നിട്ട് ആ സേഫ് ഭാഗം മാറ്റി കുറ്റടിക്കാൻ പറ. നാട്ടിൽ പോണ്ടേ? അതായത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥനായ ജോൺ മത്തായി വന്നിട്ട് കുറ്റി അടിച്ചിട്ട് ഇതിന്റെ അപ്പുറത്തേക്ക് വാസയോഗ്യാണ്, നിങ്ങൾ അവിടെ താമസിക്കണം എന്ന് പറഞ്ഞാണ് പോകുന്നത്. അതിനെന്താണ് ഇവർ തടയുന്നത്? കാരണം ഞങ്ങൾ നിരന്തരമായി സമരം ചെയ്തു. ഇവിടുത്തെ ആളുകൾക്ക് 9,000 രൂപ കൊടുക്കണം, ദിനപത്രം കൊടുക്കണമെന്ന് നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെട്ടതാ. ഇത്രയും ശക്തമായ മഴ ഉണ്ടായിട്ട് പോലും ജില്ലയിലോ ഈ പ്രദേശത്തോ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിക്കാനോ ഇവിടുത്തെ ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനോ ഇവിടുത്തെ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം യോഗം നടക്കും. ആഷിഖ് റഹ്മാൻ ചേരുന്നു വയനാട് നിന്ന്. ആഷിഖ്, ഒരു മുന്നറിയിപ്പ് പോലും ഉണ്ടായില്ല. നമുക്കറിയാം, ഇന്ന് രാവിലെയാണ് ഈ വിഷയമൊക്കെ പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തുന്നത്. ആ തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയാൽ ഈ നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകേണ്ടതായിരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് നൽകേണ്ട നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച ഒരു ആനുകൂല്യവും ഇതുവരെയും കിട്ടുന്നില്ല എന്നത് കൂടിയാണ് അവരുടെ വലിയ പ്രതിഷേധത്തിന് കാരണം. രുചിഷ്, പ്രതിഷേധം തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും, ദിനപത്രമടക്കം മാസവാടടക്കം എല്ലാ ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. ചൂരൽമല ടൗണാണിത്. ഇവിടെ നിലവിൽ തഹസിൽദാറേയും ഇവിടെ DDMയുടെ ചുമതലയും വന്ന ഉദ്യോഗസ്ഥനെയും തടഞ്ഞുകൊണ്ടാണ് നിലവിൽ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ തുടങ്ങിയ പ്രതിഷേധമാണ്. നേരത്തെ തന്നെ തഹസിൽദാറടക്കം ഇവിടുന്ന് ഈ കാര്യത്തിൽ തീരുമാനമാകാതെ വിടില്ല എന്നൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ വാഹനത്തിൽ, പോലീസിന്റെ വാഹനത്തിൽ തഹസിൽദാറടക്കം മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്. ഇവരെ ഇത്തരത്തിൽ തീരുമാനമാകാതെ ദിനപത്രയിലും സർക്കാർ വാടകയിലും മാസവാടകയിലും തീരുമാനമാകാതെ വാഹനം കടത്തിവിടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ വാഹനത്തെ തന്നെ തടഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധമാണ്. രാവിലെ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും തുടരും എന്നുള്ളതാണ്. ഇപ്പോൾ തോട്ടം തൊഴിലാളികൾ അടക്കമുണ്ട്. രാവിലെ ഏകദേശം 8 മണിയോടെ പോയ തോട്ടം തൊഴിലാളികളാണ്. അവർ ജോലി കഴിഞ്ഞ് അവരെ ഏകദേശം 10 മണിയോടെ മാത്രമാണ് രക്ഷപ്പെടുത്താനായി. അവരാണ് ഇപ്പോൾ ഈ സമയത്തും ഈ ഒരു പ്രതിഷേധം തുടരുന്നത്. നിലവിലെ വീടുകളിലേക്ക് പോകേണ്ട ആളുകൾ പോകാതെ ഈ കാര്യത്തിൽ തീരുമാനമാകുന്നത് വരെ, ദിനപത്രയും മാസവാടകയിലും ഉറപ്പ് നൽകുന്നത് വരെ ഈ ഒരു പ്രതിഷേധം തുടരാനാണ് തീരുമാനം. അമ്മ, എന്താണ് ഇത് കിട്ടാതെ പിരിഞ്ഞു പോയില്ലേ? ഈ ദിനപത്രയും മാസവാടകയിൽ ഉറപ്പ് തരാതെ പിരിഞ്ഞു പോയില്ലേ? ഇവിടുന്ന് ഉറപ്പ് തരാതെ ഞങ്ങൾ പിരിഞ്ഞു പോകില്ല. ഇവർ ദിവസം 300 രൂപ വെച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി. ഞങ്ങൾ കുറഞ്ഞ ആൾക്കാർക്ക് ആ പൈസ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് അത് കിട്ടി. ഇവർ എന്താ തീരുമാനം പറയുന്നത്? തീരുമാനം പറഞ്ഞാലേ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. ഇവരെ തടഞ്ഞു വെക്കുകയാണ്. തീരുമാനം ആയാലേ പോകുള്ളൂ. തീരുമാനം ആയെങ്കിൽ തന്നെ പോകുള്ളൂ. എന്താ പറയാ, ഇവർ കുറെ ഞങ്ങളെ പറ്റിക്കണേ. ഞങ്ങള് ഇങ്ങനെ വില്ലേജ് ഓഫീസ്, കലക്ടറേറ്റ്, വൈത്തിരി താലൂക്ക് ഇങ്ങനെ ഞങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് നാളെ ശരിയാക്കാം. ഇവരിപ്പോ ഈ പെണ്ണുങ്ങൾ തഹസിൽദാറില്ലേ, അവരെന്താ പറയാറിയോ, 2 ദിവസം കൊണ്ട് തീരുമാനമാക്കി പറയാം. 4 പ്രാവശ്യം അവരെ തീരുമാനം ഞങ്ങൾ കേട്ടതാണ്. ഇനി ഞങ്ങൾക്ക് അവരെ തീരുമാനം കേൾക്കാൻ പറ്റില്ല. ഇത് ഇവിടുന്ന് തീരുമാനമാവാതെ ഞങ്ങൾ പോകൂല. ഞങ്ങൾക്ക് ഒന്നിലും ടൗൺഷിപ്പിന് ഞങ്ങൾ ഇവിടുന്ന് ഉൾപ്പെടുത്തുക. ഞങ്ങൾക്ക് തരാനുള്ള ആനുകൂല്യങ്ങൾ തരിക. സർക്കാരിന്റെ ഖജനാവെന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. ടൗൺഷിപ്പിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. സംഘടനക്കാർ കൊടുക്കാന്ന് പറഞ്ഞ വീടുകളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ആകെ 1023 വീടുള്ളൂ. ആ 1023 വീട് കൊള്ളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിലവിൽ ഇപ്പം നിങ്ങൾക്ക് ആനുകൂല്യം തന്നാലും നാളെ മുതൽ ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യം ഇല്ല. നാളെ ജോലി ഇല്ലല്ലോ. പാലത്തിലാക്കിയ ഇതില്ല, പണിയില്ല, പണി നിർത്തി. ഇനി ഒരു അറിയിപ്പ്
വരുന്നവരെ 900 കണ്ടിയിൽ ജോലിക്ക് പോകണം എൻ്റെ മോന്. ഞങ്ങളൊരു കട ഉണ്ട് ഇവിടെ, അവിടുന്ന് ഇങ്ങോട്ട് ഒരു മനുഷ്യനെ കടത്തി വിടുന്നില്ല. പിന്നെ തൊഴിലുറപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകണം. മഴ ആയതുകൊണ്ട് ഇനി തൊഴിലുറപ്പില്ല. എങ്ങനെ ജീവിക്കും ഞങ്ങള്? ഇതുവരെ ഞങ്ങൾ തിന്ന് ഞങ്ങൾ ഉരുൾ പൊട്ടിയെന്ന് വെച്ചാൽ കുറേ സന്നദ്ധ സംഘടനക്കാർ ഞങ്ങൾക്ക് ആഹാരങ്ങൾ കൊണ്ടു തന്നിരുന്നു. അരിയായിട്ടും മറ്റുള്ള സാധനങ്ങളായിട്ട് കൊണ്ടു തന്നിരുന്നു. ഇനി ഞങ്ങൾക്ക് ആര് കൊണ്ടു തരുമോ? ഞങ്ങൾ പണിയെടുത്താലേ ഞങ്ങൾക്കുള്ളൂ. രജിഷ്, ഇതാണ് ഇവർ പറഞ്ഞത്. പ്രധാനമായിട്ടും ഇനി മഴക്കാലമാണ് വരുന്നത്. ആ മഴക്കാലത്ത് ഇവർക്ക് തൊഴിലിന് എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. തങ്ങളുടെ ദിനപത്ത ആ 9,000 രൂപയെങ്കിലും തങ്ങൾക്ക് പുനഃസ്ഥാപിച്ച് തരണം, ഇല്ലെങ്കിൽ തങ്ങൾ എങ്ങനെ ജീവിക്കും? അടുത്ത ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലെല്ലാം വലിയ ശക്തമായ മഴ വരികയാണ്. ഇന്ന് ചെറിയൊരു മഴ പെയ്തപോലെ തന്നെ ഇവർക്ക് ജോലി അടക്കം ഒഴിവാക്കി ഇവിടേക്ക് തിരിച്ചു പോകാൻ സാഹചര്യം വന്നു. ആ മുണ്ടക്കൈ അട്ടമല റോഡ് പൂർണ്ണമായും വെള്ളം കയറുന്ന ഒരു സാഹചര്യം വന്നു. അതിനാൽ അവരെ കടത്തി ഇപ്പുറം ബേലിഭാഗത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ വലിയ ബുദ്ധിമുട്ട് തന്നെ പ്രദേശത്തെ എങ്ങനെ തൊഴിലെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് അവർ ഇപ്പോൾ ചോദിക്കുന്നത്. അതിനാൽ ദിനപത്തയിൽ പൂർണ്ണമായി ഒരു ഉറപ്പ് നൽകാതെ തങ്ങൾ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. മറ്റൊരു കാര്യം, നിരവധി തവണ ഇത്തരത്തിൽ വലിയൊരു ഈ വിഷയം ഉന്നയിച്ചതാണ്. നേരത്തെ വില്ലേജ് ഓഫീസിലടക്കം, വൈത്തിരി വില്ലേജ് ഓഫീസിലടക്കം സമരം ചെയ്തതും സംഘർഷമായതെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്താണ്. ആ സമയത്തെല്ലാം കൃത്യമായി നിശ്ചിത ദിവസത്തിനുള്ളിൽ ഈ വിഷയം തീരുമാനമാക്കാം, പരിഹരിക്കാമെന്ന ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിരുന്നെങ്കിൽ പോലും അത് പാലിച്ചിട്ടില്ല. തുടർന്നാണ് ഇന്ന് വീണ്ടും ഒരു ഉപരോധം, ആ ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉപരോധം നടത്തുന്നത്. പക്ഷേ ഈ ഉപരോധത്തിൽ നിന്ന് ഈ ദിനപത്രയുടെ കാര്യത്തിൽ ഉറപ്പ് നൽകാതെ പിൻവാങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഈ നാട്ടുകാരുള്ളത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തോട്ടം തൊഴിലാളികൾ രാവിലെ ജോലിക്ക് പോയി വന്ന അതേ വേഷത്തിൽ തന്നെയാണല്ലോ അവർ. ഭക്ഷണം പോലും കഴിക്കാതെ ഈ പ്രദേശത്ത് തുടരുകയാണ്. നാട്ടുകാരടക്കം ഇവർക്ക് പിന്തുണമായി ഇവിടേക്ക് രംഗത്തുണ്ട്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ദുരന്തബാധിത സമരം പുരോഗമിക്കുമ്പോൾ സർക്കാരും ഒരുപക്ഷെ കൃത്യമായി ഉറപ്പ് നൽകേണ്ടതുണ്ട്. മന്ത്രിസഭാ യോഗം കൂടി ഏതെങ്കിലും തരത്തിൽ തീരുമാനം അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തഹസിൽദാർ ഘടകം ദുരന്തബാധിത യോഗത്തിൽ അടക്കം പങ്കെടുക്കേണ്ട കാര്യം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും അവർ സമ്മതിച്ചിട്ടില്ല. ഉറപ്പ് നൽകണം കൃത്യമായി, ഒരു പറയാതെ കൃത്യമായി ഉറപ്പ് നൽകിയ ശേഷം മാത്രമേ ഉദ്യോഗസ്ഥരെ ഇവിടെ കടത്തിവിടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിൽ ഈ വാഹനത്തെ അടക്കം ഇവിടെ തടഞ്ഞു. വലിയ തരത്തിൽ പ്രതിഷേധം ഇപ്പോഴും ചൂരൽമലയിൽ തുടരുകയാണ്. ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചുകൊണ്ടാണ് ആ പ്രതിഷേധം തുടരുന്നത്. എന്തായാലും ഈ വിഷയം വിലയിരുത്താൻ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം യോഗം നടക്കും. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.